ഇവിടെ നായകൻ കാർ ഓടിച്ചു പോകുമ്പോൾ വില്ലന്റെ ആൾക്കാർ കാറിന്റെ മേലെ ഒരു ബോംബെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നു. ഇതൊന്നും അറിയാതെ വണ്ടി ഓടിച്ചു പോയിരുന്ന നായകൻ പെട്ടെന്ന് വണ്ടിക്കകത്ത് ഒരു ഈച്ച വന്നതും അതിനെ കൊല്ലാൻ വേണ്ടി വണ്ടിയെല്ലാം നിർത്തി കാലിൽ കിടന്നിരുന്ന ഷൂ ഊരി ഈച്ചയെ അടിക്കാൻ വേണ്ടി ആഞ്ഞൊന്ന് വീശുന്നു. ഇതേ സമയം ബോംബ് പൊട്ടി ആ ഈച്ചയും കാറുമെല്ലാം തകർന്നു പോകുന്നുണ്ടെങ്കിലും നായകന് ഒന്നും തന്നെ സംഭവിക്കാതെ രക്ഷപ്പെട്ടു പോകുന്നു. ഇത് കണ്ടതും വില്ലന്റെ ആൾക്കാർ നായകൻ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയം അവന്റെ വണ്ടിക്ക് നേരെ ചറമറ ഫയറിംഗ് എല്ലാം നടത്തുന്നു. എന്നാൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന നായകൻ ഇതൊന്നും നോട്ടീസ് ചെയ്യുന്നില്ലെങ്കിലും നായകന്റെ വൈഫ് അവിടെ നിന്നും എന്തോ ശബ്ദമെല്ലാം കേൾക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇതേ സമയം വില്ലൻ ഷൂട്ട് ചെയ്ത ഒരു ബുള്ളറ്റ് നായകന്റെ പെട്രോൾ ടാങ്കിൽ കൊണ്ടതും പെട്രോൾ എല്ലാം റോഡിലൂടെ ഒലിച്ചു പോകാനായി തുടങ്ങുന്നു. നായകൻ വൈഫായിട്ടുള്ള കോൾ കട്ട് ചെയ്തതും തന്റെ കാറിനകത്തുള്ള വേസ്റ്റ് എല്ലാം പുറത്തേക്ക് കളയുന്ന കൂട്ടത്തിൽ കൈതട്ടി ഒരു ലൈറ്ററും കാറിൽ നിന്നും പുറത്തേക്ക് എടുത്തെറിയുന്നു. ലൈറ്റർ നേരെ റോഡിൽ ചെന്നുറഞ്ഞതും ആ സ്പാർക്ക് കാരണം പെട്രോൾ പോയ വഴിയിലൂടെ എല്ലാം തീ പടർന്നു പിടിച്ച് അത് നേരെ പിന്നിലൂടെ വന്നിരുന്ന വില്ലന്റെ വണ്ടിയിലേക്ക് പിടിച്ചതും വണ്ടിയുടെ കൺട്രോൾ നഷ്ടപ്പെട്ട് വില്ലൻ വണ്ടിയെല്ലാം സൈഡിൽ കൊണ്ടുപോയി ഇടിക്കുന്നു. ഈ നടന്ന സംഭവങ്ങളൊന്നും അറിയാതെ നായകൻ നേരെ പെട്രോൾ പമ്പിലെത്തിയതും അവൻ പെട്രോൾ ടാങ്കിലെ ഓട്ട കണ്ട ഉടനെ അവിടെ ഉണ്ടായിരുന്ന ഒരാളുടെ അടുത്ത് ഈ ഓട്ടയെല്ലാം മറിച്ച് വണ്ടി ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു തരാനായി പറയുന്നു. ഇത് കേട്ടതും ആ വ്യക്തി തന്റെ വായിലുണ്ടായിരുന്ന ചുവങ്കം വെച്ച് ആ ഓട്ടയെല്ലാം അടയ്ക്കുന്നു. നായകൻ തന്റെ മുഖം കഴുകിയ ശേഷം മുടിയെല്ലാം ഉണക്കാനായി അവിടെ ഉണ്ടായിരുന്ന എയറെല്ലാം അടിക്കുന്ന സാധനം മുഖത്തേക്ക് അടിച്ചതും ഈ സമയം ഒരു ടിഷ്യൂ പേപ്പറിൽ ക്ലോറോഫോം എല്ലാം ആക്കിയ ശേഷം വില്ലന്റെ ആൾ പിന്നിലൂടെ വന്ന് നായകനെ പിടികൂടാനായി നോക്കുന്നു. എന്നാൽ നായകനാവട്ടെ എയറെല്ലാം അടിക്കുന്ന സാധനം ഓണാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് അതിന്റെ കാറ്റ് കാരണം ആ ടിഷ്യൂ പേപ്പർ പറന്നു ചെന്ന് ആ വില്ലന്റെ ആളുടെ വായിൽ ചെന്ന് കയറുന്നു.